മിഡിൽ ക്ലാസ് ഫാമിലി ഹരിപ്പാടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇത് ഈ കാണുന്നത് വെള്ളാരംകുന്ന് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. അതായത് വാഗമണ്ണിലെ വെള്ളാരംകുന്ന് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. ഇത് ഇടുക്കി ഡാമിന്റെ ബാക്ക് വശമാണ് കാണുന്നത്. ഇതിന് ഒരു സ്ഥലം നിങ്ങൾ ഒരു രക്ഷയില്ല. വാഗമണ്ണിൽ വന്ന് ഈ മുട്ടക്കുന്നും മറ്റൊക്കെ കണ്ടിട്ട് പോകുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് എടുത്തു പറയുന്നത് അവിടെ വാഗമണ്ണി മുട്ടക്കുന്നുകളും ബാക്കിയുള്ളത് മാത്രമല്ല, കാണാനുള്ള ഒത്തിരി വെറൈറ്റി സംഭവമുണ്ട്. ഞാൻ എന്തായാലും ജീപ്പ് സഫാരിയുടെ കുറച്ച് കയറി വരുന്ന വണ്ടിയൊക്കെ ഉണ്ട്. ഈ വണ്ടിയിലാണ് നമ്മളുടെ ഇന്നത്തെ യാത്ര. അപ്പോൾ ഈ യാത്രയൊക്കെ നമുക്കൊന്ന് അടിപൊളിയായിട്ട് കാണാം. അപ്പോൾ ഈ യാത്രയുടെ ശരിക്കുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് തന്നെ ഇവിടുത്തെ ഇതിൻ്റെ ഡ്രൈവർ ചേട്ടനുണ്ട്. ആ ഡ്രൈവർ ചേട്ടനോട് ചോദിച്ചിട്ട് നമുക്ക് ക്ലിയർ ആയിട്ടുള്ള മൊത്തം പിക്ചറുകളും കാര്യങ്ങളും എല്ലാം കിട്ടും. അപ്പം നമ്മുടെ ഇന്നത്തെ യാത്രയൊക്കെ കണ്ടാൽ മതി. ഈ വരുന്ന വരവ് കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര ഓഫ് റോഡൊക്കെ എങ്ങനെയായിരുന്നു എന്തായിരുന്നു എന്നൊക്കെ ഉള്ളത്. അപ്പം നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇതിന് ഡ്രൈവറായിട്ടുള്ള പുള്ളിയോട് തന്നെ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാം. ഇതാണ് നമ്മുടെ ജീപ്പിലെ ചേട്ടൻ കേട്ടോ. അപ്പൊ ജീപ്പിലെ ചേട്ടൻ ഇവിടുത്തെ ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പുള്ളി പറയും. എന്താ ഇത് സ്ഥലത്തിന്റെ പേരെന്തായിരുന്നു? ഇത് വെള്ളാരങ്കല്ല് എന്ന് പറയും. വെള്ളാരങ്കല്ല് അല്ലേ? എങ്ങനെയുണ്ട് ജീപ്പിന്റെ റേറ്റ്, അതുപോലെ റിസോർട്ടിന്റെ ഇതെല്ലാം പുള്ളി കൈകാര്യം ചെയ്യുന്നുണ്ട്. എന്നുണ്ടെങ്കിൽ 7 പേർക്കാണ് 2500 രൂപ. ഇത് വെള്ളാരങ്കല്ല് കയറുവാണെങ്കിൽ മാത്രം, ടോപ്പ് സ്റ്റേഷൻ കയറുവാണെങ്കിൽ മാത്രമാണ് ആ ചാർജ്. പിന്നെ നോർമൽ ആണെങ്കിൽ റേറ്റ് കുറവും, വഴിയും വ്യത്യാസം. പിന്നെ ഇത് ഇടുക്കി ഡാമിന്റെ ബാക്ക് സൈഡ് വ്യൂ ആണ്. പിന്നെ വാട്ടർ ഫോൾസ് ടണൽ, അങ്ങനെ 5 പ്ലേസ് ഉണ്ട്. 5 പ്ലേസിനോട് ചേർന്നിട്ട് 2500 രൂപ അല്ലേ? ഒരു 2-2.5 മണിക്കൂർ നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നല്ലേ, വന്ന് കണ്ട് നിങ്ങളെ കാണിച്ച് തിരിച്ചുകൊണ്ട് വിടുക എന്നുള്ളതാണ് നമ്മുടെ സമയം അനുസരിച്ച് നിങ്ങൾ എടുക്കുന്നത്. നമുക്ക് നോർമലി ഇത് ഓടി വരാനായിട്ട് എന്നാലും ഒരു 2 മണിക്കൂർ മതി. എല്ലാം കണ്ട് ഫോട്ടോ എടുത്ത് വീഡിയോ. പിന്നെ കുളിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ വാട്ടർ ഫോൾസിൽ കുളിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് സമയം കൊടുക്കും. ഓ അത് ശരി. അതേപോലെ തന്നെ എന്താ റിസോർട്ടിന്റെ കാര്യം പറഞ്ഞില്ല, റിസോർട്ടിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും പ്രീമിയം റൂമും ഉണ്ട്, റൂമുള്ള റൂമുണ്ട്, സാധാ നോർമൽ റൂം. സ്റ്റാർട്ടിങ് വരുന്ന റിസോർട്ട് പോലെ തന്നെ 1500 തൊട്ട് സ്റ്റാർട്ടിംഗ് ആണ്. പിന്നെ പ്രീമിയം വരുമ്പോൾ അതിന്റെ വ്യത്യാസം വരും. റൂം വ്യത്യാസം കാണും. നമ്മളെ കുറച്ച് കാര്യങ്ങളൊക്കെ. ഓക്കെ, എന്നാലും നിങ്ങളുടെ നമ്പർ ഇവിടെ പറഞ്ഞു. ഓക്കെ, 99 47 95 25 87. ഓക്കെ, പേരെങ്ങനെയായിരുന്നു? ശ്രീനി. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ശ്രീനി ചേട്ടനെ വിളിച്ചാൽ മതി. നമ്പർ അടക്കമുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. വീഡിയോ കണ്ടുവരുന്നവരാണെങ്കിൽ അവർക്ക് ചെറിയൊരു ഓഫർ ഒക്കെ ഉണ്ട്. ഓക്കെ, ഡിസ്കൗണ്ട് ഞങ്ങൾ സബ്സ്ക്രൈബറിന് ഒരു ഡിസ്കൗണ്ട് കൂടെ കൊടുക്കണം. ഓക്കെ, ഇപ്പൊ ഈ കാണുന്നത് നമ്മുടെ കുറ്റിക്കാനത്തുള്ള റിസോർട്ടാണ്. അപ്പം ഈ റിസോർട്ടിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയേക്കാം. ഇതിപ്പോൾ ആ ജീപ്പിലെ ആ പുള്ളി പറഞ്ഞ ആ സ്ഥലമല്ല ഇത്. കാരണം ഞങ്ങൾ ഓൾറെഡി ആദ്യം ഇവിടെ താമസിച്ചതിന് ശേഷമാണ് പുള്ളിയെ കണ്ടതും പരിചയപ്പെട്ടതും ഒക്കെ. അപ്പം ഈ നിൽക്കുന്ന സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി വ്യൂ ആണ്. കുറ്റിക്കാനത്ത് ഒരു വലിയ മലയുടെ മുകളിൽ നിന്നാണ് ഈ ഒരു റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു റിസോർട്ടാണ് ഇത്. കൂടാതെ നമുക്കാണെങ്കിൽ അവിടെ സ്വിമ്മിംഗ് പൂള്, ബാക്കിയുള്ള ക്യാമ്പ് ഫയർ, ഇതെല്ലാം അവരവിടെ സെറ്റ് ചെയ്ത് തരും. പിന്നെ നമുക്ക് കപ്പിൾസായിട്ടും ഫാമിലി ആയിട്ടും ഒക്കെ വന്ന് അടിച്ച് പൊളിക്കാൻ പറ്റിയ അടിപൊളി ഒരു സ്ഥലം. നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല പക്ക ഏരിയ ആയിട്ടുള്ള സ്ഥലമാണ്. അപ്പം ഇതിൻ്റെ നമ്പറോട് ഞാൻ ഇതിനോടൊപ്പം ഉൾപ്പെടുത്തിയേക്കാം. ഇവിടുത്തെ മുകളിൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കുറ്റിക്കാനത്തെ മൊത്തം ഏരിയ മൊത്തം കാണാൻ കഴിയും എന്നുള്ളൊരു സത്യം കൂടിയുണ്ട്. പിന്നെ കോടയൊക്കെ ഇറങ്ങി വരുന്നത് കാണാനും, മലമുകളിലാണെങ്കിൽ ഇങ്ങനെ സൂര്യൻ ഉദിക്കുന്നതൊക്കെ കാണാനും, അതായത് നമ്മൾ കിടക്കുന്ന റൂമിലെല്ലാം ഗ്ലാസിൻ്റെ ഭാഗങ്ങളൊക്കെയാണ്. അപ്പോൾ അത് കറക്റ്റ് രാവിലെ സൂര്യൻ ഉദിച്ച് വരുന്ന സീനൊക്കെ കാണാനൊക്കെ അടിപൊളിയാണ്. എപ്പോഴും സിനിമ ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്ന ഒരു ലൊക്കേഷൻ കൂടിയാണ് ഇതെന്നാണ് നമ്മുടെ ശ്രീനി ചേട്ടൻ പറഞ്ഞത് കേട്ടോ. അപ്പം സത്യമാണ്, പല സിനിമകളിലും ഇത് വന്നിട്ടുണ്ട്. പുള്ളി സിനിമയുടെ പേരൊക്കെ കുറേ പറഞ്ഞിരുന്നു. എന്തായാലും അടിപൊളി പ്ലേസ് എന്ന് വെച്ചാൽ അടിപൊളി പ്ലേസാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ട്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്യണേ. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി തരികയും, പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഷൂട്ടിംഗ് ചെയ്തപ്പോൾ വരുമ്പോൾ വിളിക്കണേ.
ഈ കാണുന്ന ഇടുക്കി ഡാമിന്റെ ബാക്ക് വശമാണ്. ഇതില് ഏറ്റവും അടിപൊളി എന്ന് വെച്ച് കഴിഞ്ഞാണല്ലോ നമ്മുടെ ഈ ഓഫ് റോഡ് ട്രിപ്പ് ആട്ടോ. ഈ കുന്നിലും മലയിലൂടെ ഒക്കെ ഈ വണ്ടി കയറി വരുന്ന സീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. സൂപ്പർ പരിപാടിയാണ് കേട്ടോ. അത് വെള്ളാരംകുന്നിലെ കാറ്റും വലിയ മലകളും അതിലുള്ള മനോഹരമായ കാഴ്ചകളൊക്കെയാണ് സൂപ്പർ നമ്മുടെ പരിപാടി. ഇടുക്കി ഡാമിന്റെ ബാക്ക് വശമാണ് ഇതായി ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല മേഘങ്ങളൊക്കെ അടുത്ത് മലയോളം മുട്ടി നിൽക്കുന്ന ഒത്തിരിയോറെ കാഴ്ചകൾ. ഈ വഴികളിലൂടെയൊക്കെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ മുകളിലോട്ട് വരുന്നത്. ഒരു ചെറിയ ജീപ്പല്ല, ഒരു സുമോ കിടക്കുന്ന കാഴ്ചയാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ അത്രയ്ക്ക് പൊക്കമാണ് ഈ മലയ്ക്ക്. അതിന് മുകളിലോട്ട് ഇവർ ഓഫ് റോഡ് ഓടി വരുന്നത് അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളിയാണ്. ഇതിന് ബാക്ക് വശം കാണുന്നത് ഫോറസ്റ്റാണ് കേട്ടോ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ആനകളെ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഞങ്ങൾ ചെന്ന സമയം അത്ര കറക്റ്റ് അല്ലാത്തത് കൊണ്ട് അവിടെ അത് മാത്രമല്ല കാടിൻ്റെ സൈഡിലൊക്കെ വേനൽക്കാലം വരുന്നതിന് മുമ്പേ തീ ഇട്ടേക്കുന്നത് കൊണ്ട് ആനകൾ അധികം അടുക്കാറില്ല. ആനകളെ കൊണ്ട് ഇപ്പം വരാറില്ല എന്നാണ് ഇവർ പറഞ്ഞത്. അല്ലാത്ത ടൈമുകളിൽ ആനകളെയൊക്കെ സൈറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇത്. ഇത് വെള്ളാരംകുന്നിലെ മലനിരകളാണ് കേട്ടോ. സൂപ്പർ സ്ഥലവും സൂപ്പർ ക്ലൈമറ്റുമാണ്. നമ്മൾ പോകുന്ന വഴികളാണ് ഇതുകൊണ്ട് ആ കാണുന്നതൊക്കെ നമ്മൾ പോകേണ്ട വഴികളും കാര്യങ്ങളും ഒക്കെയാണ്. ഇതിന്റെ ബാക്ക് വശം കണ്ടോ, ഒരു രക്ഷയില്ല. സൂപ്പർ എന്ന് വെച്ചാൽ സൂപ്പർ സ്ഥലം. പക്ക, ഒന്നും പറയാനില്ല. ഇനി ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളും വന്ന ജീപ്പിന്റെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ഞാൻ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ പറയാം. അതുകൊണ്ട് അങ്ങേ അറ്റത്ത് ജീപ്പ് കിടക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അത് കാണിച്ചു തരാം കേട്ടോ. അവിടെ ജീപ്പ് കിടക്കുന്നുണ്ട്, കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ല. വെള്ളാരംകല്ലിൽ തന്നെ 3-4 സ്പോട്ടുകളുണ്ട്. അതിൽ ഷാഡോ ഫോട്ടോസ് എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണിത് കേട്ടോ. അപ്പം ഞങ്ങളും 2-3 ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞിട്ടാണ് അവിടെ നിന്ന് തിരിച്ച് യാത്രയായത്. അപ്പോൾ എനിക്ക് പറയാനുള്ള ഇത്രയാണ്. വാഗമണ്ണി വരുന്നവരെല്ലാം വെറുതെ മുട്ടക്കുന്നും പഴമരക്കാടുകളും മാത്രം കണ്ടു പോവാതെ ഇങ്ങനെയുള്ള സ്പോട്ടുകളൊക്കെ ശരിക്കും കണ്ട് ഇഷ്ടപ്പെടും, 100% ഇഷ്ടപ്പെടും. അത്രയ്ക്ക് അടിപൊളി സ്ഥലങ്ങളാണ് ഇതൊക്കെ ഒളിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങൾ തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ കണ്ട് സന്തോഷമായി പോവുക. അപ്പം ബൈ.